നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയാണ് 5 ഗൺമാൻമാരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. 3 ദിവസം നീണ്ടുനിന്ന വിശദവാദത്തിൽ നരഹത്യാശ്രമം ചുമത്തിയതിനെതിരെ കോടതി കർശന നിലപാടെടുത്തിരുന്നു. വിവരങ്ങൾ അശ്വിൻ പാലാഴി നൽകും. ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ, നീണ്ടവാദമായിരുന്നു. ദൃശ്യങ്ങളെപ്പറ്റിയുള്ള ചോദ്യങ്ങൾ ജഡ്ജിയുടെ ഭാഗത്തു നിന്ന്, അതിന് പിന്നീട് SITയുടെ വിശദീകരണം, എന്തുകൊണ്ട് ഈ നരഹത്യാശ്രമം വകുപ്പ് ചേർത്തു, അതിൽ ചോദ്യങ്ങൾ, അതിൻ്റെ വിശദീകരണം, അങ്ങനെ വിശദവാദം കഴിഞ്ഞതാണ് ഇന്നത്തെ വിധി ഈ ഗൺമാന്മാരെ സംബന്ധിച്ചിടത്തോളം. ഒപ്പം SITക്ക് അതുവഴി സർക്കാരിനൊക്കെ നിർണായകമാണ്. ഗൂഗിൾ തീർച്ചയായും ഒരു മുൻകൂർ ജാമ്യാപേക്ഷയിൽ അസാധാരണമായ വാദപ്രതിവാദങ്ങളാണ് ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയിൽ നടന്നത്. സാധാരണ നിലയിൽ 3 ദിവസം നീണ്ടുനിന്ന വാദമൊന്നും ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉണ്ടാവുക അപൂർവമാണ്. ഈ കോടതിയിൽ നടന്ന വാദങ്ങളിൽ കോടതി ചോദിച്ച ചോദ്യങ്ങളൊക്കെ പ്രതിഭാഗത്തെയും പ്രോസിക്യൂഷനെയും ഒക്കെ ആശങ്കയിലാക്കുന്നതാണ്. എന്താണ് ഈ മുൻകൂർ ജാമ്യവിധിയിലെ വിധി ഉണ്ടാവുക എന്നുള്ളതൊക്കെ രാഷ്ട്രീയ കേരളവും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈ 308 നരഹത്യാ ശ്രമം ഈ കേസിലേക്ക് ചേർത്തതിനെ അതിരൂക്ഷമായിരുന്നു കോടതി കഴിഞ്ഞ ദിവസം വിമർശിച്ചത്. നിസ്സാര പരിക്കേറ്റ കേസിൽ എന്തിനാണ് IPC 308 ചേർത്തത് എന്നുള്ള ഒരു ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നു. പ്രതിഭാഗവും ആ ചോദ്യം തന്നെയാണ് ചോദിച്ചത്. പക്ഷേ മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടും സാക്ഷിമൊഴികളും മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളുമൊക്കെ ഈ മർദ്ദനത്തിന്റെ ക്രൂരത വെളിവാക്കുന്നതാണെന്നും തലയിലേറ്റ മുറിവ് മരണകാരണം വരെ ആയേക്കാവുന്നതാണ് എന്നും ചൂണ്ടിക്കാണിച്ച് SIT കോടതിയുടെ ചോദ്യത്തിന് മറുപടി നൽകിയിരുന്നു. പക്ഷെ അതിനോടും കോടതി അനുകൂല നിലപാടല്ല സ്വീകരിച്ചത്. ആ സാഹചര്യത്തിൽ ഇന്ന് ജാമ്യ ഹർജിയിലെ വിധി എന്താകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒപ്പം ഈ പ്രതിഭാഗം വാദിച്ചതടക്കമുള്ള കാര്യങ്ങളും പ്രധാനപ്പെട്ടതാണ്. പ്രതികൾക്കെതിരായ കേസ് കെട്ടിച്ചമച്ചതാണ് എന്നുള്ളതാണ് പ്രതിഭാഗത്തിന്റെ വാദം. ഒപ്പം SIT പറയുന്നത് പ്രതികൾക്ക് ജാമ്യം നൽകരുത്, ഇതിൽ ഉന്നത ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്, ജാമ്യം നൽകിയാൽ പ്രതികളുടെ സ്വാധീനം വെച്ചവർ ഈ കേസിന്റെ തെളിവുകളും സാക്ഷികളെയും ഒക്കെ സ്വാധീനിക്കും എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നൽകിയ അധിക വസ്തുതാ വിവര റിപ്പോർട്ടിൽ അതീവ ഗുരുതര വിവരങ്ങളാണ് SIT കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഒപ്പം ഇന്നലെ പ്രതിഭാഗം ഒരു സത്യവാങ്മൂലം കൂടി നൽകിയിട്ടുണ്ട്. അതിൽ എന്തുകൊണ്ട് പ്രതികൾക്ക് ജാമ്യം നൽകണം എന്ന കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. ഇതെല്ലാം പരിഗണിച്ച ശേഷമായിരിക്കും ഇന്ന് ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി ഹണിയം വർഗീസ് ഒരു തീരുമാനത്തിലേക്ക് എത്തുക. രാവിലെ 11 മണിയോടുകൂടി വീണ്ടും കേസ് ജാമ്യ ഹർജി പരിഗണിക്കും. പതിവ് പോലെ വിശദമായ വാദം ഇന്നും നടക്കും. കാരണം 2 അധിക സത്യവാങ്മൂലങ്ങൾ പ്രതിഭാഗവും ഒപ്പം SITയും സമർപ്പിച്ചിട്ടുണ്ട്. അതിന്മേൽ ഒരു വാദം കൂടി ഇന്ന് പൂർത്തിയായ ശേഷം ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും വിധി പ്രസ്താവം ഉണ്ടാവുക. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും വിധി പ്രസ്താവിക്കുക. എന്തായാലും പ്രോസിക്യൂഷന് കൂടുതൽ രേഖകൾ ഹാജരാക്കണം എന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് വിധി പറയാനായി മാറ്റിയത്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ്. SITക്കെതിരേക്ക് ഹൈക്കോടതി രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ വിവരങ്ങൾ, അന്വേഷണ വിവരങ്ങൾ എങ്ങനെയാണ് ചോരുന്നതെന്നതടക്കമുള്ള കാര്യങ്ങൾ SITയോട് കോടതി ചോദിച്ചിരുന്നു, അല്ലെ? അതെ, ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയിൽ നടന്നത് വിശദമായ അതിരൂക്ഷമായ വാദപ്രതിവാദങ്ങൾ നടന്നതുമാണ്. ഒരു മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് അത്രയും വാദങ്ങൾ എന്നതും ശ്രദ്ധേയമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.